യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യം നമുക്ക് ആദ്യമായിട്ടൊന്ന് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 11-ാം വാക്യം. ഇനി ഞാൻ ലോകത്തിലിരിക്കുന്നില്ല, ഇവരോ ലോകത്തിലിരിക്കുന്നു. ഞാൻ നിന്റെ അടുക്കൽ വരുന്നു. പരിശുദ്ധ പിതാവേ, അവർ നമ്മെപ്പോലെ ഒന്നാകേണ്ടതിന് നീ എനിക്ക് തന്നിരിക്കുന്ന നിന്റെ നാമത്തിൽ അവരെ കാത്തുകൊള്ളണമേ. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം നമുക്ക് വളരെ പരിചിതമായ ഒരു അധ്യായമാണ്. നമ്മുടെ കർത്താവിൻ്റെ പ്രാർത്ഥനയാണ്. കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ കൊണ്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന. ഈ പ്രാർത്ഥനയെ നമുക്ക് ഇങ്ങനെ വിശേഷിപ്പിക്കാം: മധ്യസ്ഥ പ്രാർത്ഥന, മീഡിയേറ്ററി പ്രയർ അല്ലെങ്കിൽ ഹൈ പ്രീസ്റ്റ്ലി പ്രയർ. യേശുക്രിസ്തു മഹാപുരോഹിതൻ എന്നുള്ള നിലയിൽ തൻ്റെ ശിഷ്യഗണത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന മധ്യസ്ഥ പ്രാർത്ഥനയാണ്. അതിനകത്തെ ഒരു വിഷയം മാത്രമാണ് ഞാനിപ്പോൾ ഇവിടെ 11-ാം വാക്യത്തിൽ വായിച്ചു കേൾപ്പിച്ചത്. പിതാവിനോട് കർത്താവ് പ്രാർത്ഥിക്കുന്നു: പിതാവേ, പരിശുദ്ധ പിതാവേ, അവർ നമ്മെപ്പോലെ ഒന്നാകേണ്ടതിന് നീ എനിക്ക് തന്നിരിക്കുന്ന നിന്റെ നാമത്തിൽ അവരെ കാത്തുകൊള്ളണമേ. ആ പ്രാർത്ഥനയിലെ വിഷയം എന്ന് പറയുന്നത് ശിഷ്യന്മാർ ഒന്നായിട്ടിരിക്കണം, ദൈവമക്കൾ ഒന്നായിട്ടിരിക്കണം. ഒന്നായിട്ടിരിക്കുക എന്നുള്ളതിന് യൂണിറ്റിയിലിരിക്കുക, അല്ലെ ഐക്യതയോടുകൂടി ഇരിക്കുക. അതാണ് ആ വാക്കിൻ്റെ യഥാർത്ഥ അർത്ഥം. അപ്പൊ കർത്താവിൻ്റെ മനസ്സിലെ വലിയ ഭാരവും പ്രാർത്ഥനയുമാണ് ആ വാക്കിലൂടെ വെളിപ്പെടുന്നത്. കർത്താവ് ശിഷ്യന്മാരെയൊക്കെ വിട്ടിട്ട് പോകാൻ പോകും. എന്നാൽ ശിഷ്യന്മാർ ദൈവജനം വീണ്ടും ഈ ലോകത്തിൽ ജീവിക്കണം. അപ്പൊ ഇവിടെ അവർ ജീവിക്കുമ്പോൾ എങ്ങനെ ജീവിക്കണം? ഐക്യതയോടെ ജീവിക്കണം. ഇതാണ് ആ പ്രാർത്ഥനയിലെ വിഷയം. എന്ത് ഈ ഐക്യത എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതിനുള്ള മാതൃക നമുക്ക് എവിടെയാണ് കിട്ടുന്നത്? അതുകൊണ്ട് നമുക്കുള്ള പ്രയോജനം എന്താ? ഇങ്ങനെ ചില കാര്യങ്ങളാണ് നമ്മുടെ ആ പരിമിത സമയത്ത് ഒന്ന് ഓർമ്മിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. എന്താ ശരിക്കും ഒന്നായിട്ടിരിക്കുക അല്ലെങ്കിൽ ഐക്യതയിലിരിക്കുക എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്? ഇത് കർത്താവ് പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ്. കർത്താവിൻ്റെ വാക്കുകളിൽ ഈ ആശയം വെളിപ്പെട്ടിട്ടുള്ളത് സുവിശേഷ പുസ്തകങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. ലേഖനങ്ങളിലേക്ക് വരുമ്പോൾ അപ്പോസ്തലന്മാർ, പ്രത്യേകിച്ച് ഫിലിപ്പ് ലേഖനത്തിലൊക്കെ 2-ാം അധ്യായത്തിൽ ഏകഭാവം, ഐക്യത, ഏക മനസ്സ് എന്നൊക്കെ പറഞ്ഞ് ഈ കാര്യം വളരെ വ്യക്തമായിട്ട് ആവർത്തിക്കുന്നുണ്ട്. ദൈവ സഭയുടെ തുടക്കത്തിലെ ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നിടത്തും ദൈവമക്കൾ രക്ഷിക്കപ്പെട്ട് മുൻപോട്ട് വന്നവർ കൂടി വന്നത് എങ്ങനെയാണെന്ന് പറയുന്നുണ്ട്. ഒരുമനപ്പെട്ട്, ഒരുമിച്ച് എന്നൊക്കെയുള്ള ആ വാക്കുകൾ അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ പുതിയ നിയമം മുഴുവൻ, പ്രത്യേകിച്ച് ദൈവസഭയോട് ബന്ധപ്പെട്ട് ഈ ഒരു ആശയത്തെ വളരെ വ്യക്തമായിട്ട് ആവർത്തിച്ച് ദൈവജനം പഠിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കറിയാം. ഈ ഒരു വിഷയം, ഐക്യത അല്ലെങ്കിൽ യൂണിറ്റി എന്നുള്ള ആ വിഷയത്തെ ലോകത്തിൻ്റെ കാഴ്ചപ്പാടും നമ്മുടെ കാഴ്ചപ്പാടും തമ്മിൽ വ്യത്യസ്തമായിരിക്കണം. ലോകത്തിൻ്റെ കാഴ്ചപ്പാടിൽ എന്താ യൂണിറ്റി എന്ന് പറയുന്നത്? സാധാരണ നമ്മൾ സ്കൂളിൽ യൂണിഫോം വെച്ചിട്ടുണ്ട്. എല്ലാ കുഞ്ഞുങ്ങളും ഒരേ വിധത്തിലുള്ള ഡ്രസ്സ്, ഒരേ കളറിൽ യൂണിഫോം. ആ യൂണിഫോമിറ്റിയാണോ യൂണിറ്റി എന്ന് പറയുന്നത്? ഒരർത്ഥത്തിൽ അത് ഏകത്വത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ഘടകമാണ് യൂണിഫോമിറ്റി എന്ന് പറയുന്നത്. എന്നാൽ നമുക്ക് അത് പഠിച്ചാൽ അറിയാം, യൂണിറ്റി ഈസ് നോട്ട് യൂണിഫോമിറ്റി. യൂണിഫോമിറ്റി അതിൽ തന്നെ ഐക്യതയല്ല. അത് കേവലം ബാഹ്യമായ ഒരു പ്രകടനം മാത്രം. ഉള്ളിലില്ലെങ്കിലും പുറമെ ഒന്നാണെന്ന് കാണിക്കാൻ പറ്റുന്ന ഒന്നാണ് യൂണിഫോമിറ്റി എന്ന് പറയുന്നത്. അത് പല നിലകളിൽ വെളിപ്പെടുന്നുണ്ട്. പുറമെ നമുക്ക് യൂണിറ്റി ഉണ്ടെന്ന് കാണിക്കാൻ നടത്തുന്ന ഒരു ശ്രമം എന്ന് മാത്രമേ ഉള്ളൂ ആ യൂണിഫോമിറ്റിയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് നല്ലതാണ്. ഇപ്പൊ സ്കൂളുകളിലൊക്കെ യൂണിഫോം ഏർപ്പെടുത്തിയിരിക്കുന്നത് ബാഹ്യമായിട്ടെങ്കിലും അതിന് ചില പ്രയോജനങ്ങളുണ്ട്. എന്നാൽ ദാറ്റ്സ് നോട്ട് ദ യൂണിറ്റി. അതല്ല യൂണിറ്റി. കർത്താവ് ഇവിടെ ആഗ്രഹിച്ച യൂണിറ്റി എന്ന് പറയുന്നതും അതല്ല. ഇപ്പൊ ആത്മീയ അർത്ഥത്തിൽ തന്നെ നമ്മളെടുത്താൽ ഒരപ്പത്തിൽ നിന്ന് നാം എല്ലാം പങ്കെടുക്കുന്നു എന്ന് പറയുന്നത് പുറമെ ഒരു കാര്യം വെളിപ്പെടുത്തുക. എന്താ വെളിപ്പെടുത്തുന്നത്? ഒന്നാണെന്നുള്ള ആശയം വെളിപ്പെടുത്തുക. എന്നാൽ കേവലം അതിൽ പങ്കെടുക്കുക ചെയ്യുന്നു എന്നതുകൊണ്ട് മാത്രം യൂണിറ്റി ആകുന്നില്ല. അതെന്താണെന്നുള്ളതാണ് നമ്മൾ അല്പം ചില കാര്യങ്ങൾ ഇന്ന് ഒന്ന് നോക്കാൻ പോകുന്നത്. അപ്പൊ ഒന്നാമത് നമ്മൾ മനസ്സിലാക്കുക, ലോകത്തിന്റെ കാഴ്ചപ്പാടിൽ ഒരു പക്ഷേ യൂണിറ്റി എന്ന് പറയുന്നത് കേവലം യൂണിഫോമിറ്റിയാണ്. വേറൊരു ചിന്ത
സഭകളുടെ ഇടയ്ക്ക് നമ്മൾ കാണുന്നുണ്ട്. പല ക്രൈസ്തവ സഭാ വിഭാഗങ്ങൾ തമ്മിൽ യോജിക്കാൻ പറ്റുന്നില്ല, അനേക വ്യത്യാസങ്ങളുണ്ട്. പക്ഷേ ഒന്നിച്ചുകൂടിയുള്ള ചില പ്രവർത്തനങ്ങൾ, അതിനൊരു പേരൂടെ കൊടുക്കുന്നുണ്ട്, എക്യൂമെനിസം, ഐക്യതയോടുകൂടി പ്രവർത്തിക്കുന്നു എന്നുള്ള ആശയം വരുത്തുന്ന എക്യൂമെനിക്കൽ പ്രസ്ഥാനങ്ങളും ആ എക്യൂമെനിസവും ഒക്കെ ഉണ്ട്. കേവലം ആ എക്യൂമെനിസം, ദാറ്റ് ഈസ് നോട്ട് ദ യൂണിറ്റി. അതും അതിൽ തന്നെ യൂണിറ്റി അല്ല. പിന്നെ എന്താ യൂണിറ്റി എന്ന് പറയുന്നത്? നമ്മൾ അങ്ങനെ നോക്കിയാൽ ലോകത്തിന്റെ കാഴ്ചപ്പാടിൽ യൂണിറ്റിയെ കാണുന്ന, ഐക്യതയെ വ്യാഖ്യാനിക്കുന്ന, പ്രകടിപ്പിക്കുന്ന പല ഘടകങ്ങൾ കാണാം. യൂണിഫോമിറ്റിയോ എക്യൂമെനിസിറ്റിയോ ഇതുപോലെ പലതും നമുക്ക് കാണാം. ഇതൊന്നുമല്ല ശരിയായ യൂണിറ്റി എന്ന് പറയുന്നത്. പിന്നെ എന്താ? ഞാൻ ദൈവവചനത്തിൽ അത് എന്താണ് എന്ന് ഒന്ന് മനസ്സിലാക്കാനായിട്ട് കേവലം ആ ഒരു വാക്ക് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ പോലും അതിൻ്റെ അന്തഃസത്ത മനസ്സിലാക്കാൻ പറ്റുന്ന ചില വേദഭാഗങ്ങളിലൂടെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒന്ന് കടന്നു പോയപ്പോൾ എനിക്ക് ഏറ്റവും യോഗ്യമായിട്ട് തോന്നിയ ഒരു ഭാഗം ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനമാണ്. 1-ാം ലേഖനത്തിന്റെ 12-ാം അധ്യായം 25-ാമത്തെ വാക്യം. 1 കൊരിന്ത്യർ 12-ാം അധ്യായം 25-ാമത്തെ വാക്യത്തിൽ ഈ ആശയത്തെ വ്യക്തമാക്കുന്ന ഒരു ചെറിയ സൂചന നമുക്ക് ലഭിക്കുന്നുണ്ട്. ഞാനതൊന്ന് വായിച്ചു കേൾപ്പിക്കാം. 1 കൊരിന്ത്യർ 12:25. ശരീരത്തിൽ ഭിന്നത വരാതെ അവയവങ്ങൾ അന്യോന്യം ഒരുപോലെ കരുതേണ്ടതിനായി. അപ്പൊ ശരിയായ യൂണിറ്റിയിൽ ഉണ്ടായിരിക്കുന്ന അന്തസത്ത എന്താ? ശരിയായ യൂണിറ്റിയിൽ കേവലം ബാഹ്യമായ യൂണിഫോമിറ്റി അല്ല, കേവലം ബാഹ്യമായ എക്യൂമെനിസം അല്ല, അല്ലെ മറ്റെന്തുമാക്കട്ടെ, ആ യൂണിവേഴ്സാലിറ്റി, അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് പറയാൻ പറ്റും. അതല്ല. പിന്നെ എന്താ? ഉള്ളിലുണ്ടായിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് ബാഹ്യമായതല്ല, ഹൃദയത്തോട് ബന്ധപ്പെട്ടതാണ്, മനസ്സിനോട് ബന്ധപ്പെട്ടതാണ്, ഉള്ളിനോട് ബന്ധപ്പെട്ട് തമ്മിലുണ്ടായിരിക്കുന്ന ഒരു ബന്ധം. ആ ബന്ധത്തെ നമ്മൾ പെന്തക്കോസ്ത് നാളിൽ സഭ കൂടി വന്നത്, അതിനുശേഷം ദൈവസഭ കൂടി വന്ന കൂടിവരവുകളെ കുറിച്ച്, ഫിലിപ്പി ലേഖന 2-ാം അധ്യായത്തിൽ കൂടിവരവിൽ ഉണ്ടായിരിക്കേണ്ട കാര്യത്തെക്കുറിച്ച് ഒക്കെ പറയുമ്പോൾ ആവർത്തിച്ച് കാണുന്ന ഒരു വാക്കുണ്ട്, ഒരു മനപ്പെട്ട്, ഏക മനസ്സ്, ഏക ഹൃദയം. ഇങ്ങനെ ഒരു വാക്ക് ആവർത്തിച്ച് കാണാം. എന്ന് പറയാൻ മനസ്സുകൊണ്ടുണ്ടാകുന്ന ആ ഒന്ന് എന്നുള്ള അനുഭവം, അന്യോന്യം ഉള്ളുകൊണ്ട് ഒന്നാണെന്നുള്ള ഒരു പ്രതീതി, ഒരു ചിന്ത തമ്മിലുണ്ടാകുമ്പോൾ അതാണ് ശരിയായ യൂണിറ്റി എന്ന് പറയുന്നത്. കേവലം പുറമേ കാണിക്കുന്നതല്ല. ഉള്ളിലില്ലാതെ പുറമേ കാണിച്ചത് കൊണ്ട് യൂണിറ്റി ആകുന്നു? ഇല്ല. ഉള്ളിലില്ലാതെ ബാഹ്യ പ്രകടനങ്ങളിലൂടെ വെളിപ്പെടുത്താൻ ശ്രമിച്ചത് കൊണ്ട് അത് യൂണിറ്റി ആകുന്നില്ല. പുറമെ വെളിപ്പെടണം, പക്ഷെ അത് എവിടുന്ന് വേണം വെളിപ്പെടാൻ? ഉള്ളിലുള്ളതായിരിക്കണം. അപ്പൊ ഉള്ളിൽ ഏക മനസ്സ്. വൈവിധ്യങ്ങളുണ്ട് അല്ലേ, വ്യത്യാസങ്ങളുണ്ട്. ഒരുപക്ഷെ കാഴ്ചപ്പാടുകളിൽ, ചിന്താഗതികളിൽ, സ്വഭാവത്തിൽ, സാഹചര്യങ്ങളിൽ, വളർന്നു വന്ന പശ്ചാത്തലത്തിന്റെ കാര്യത്തിൽ, അഭിപ്രായങ്ങളുടെ കാര്യത്തിൽ എല്ലാം വ്യത്യാസങ്ങളുണ്ട്. പക്ഷേ ആ വ്യത്യാസങ്ങളെല്ലാം നിലനിൽക്കുമ്പോഴും ഉള്ളിൽ ഒന്നാണ് എന്നുള്ള ഒരു ചിന്ത, ഉള്ളിൽ അന്യോന്യമുള്ള ഒരു മനസ്സിന്റെ ഐക്യത, അതാണ് ശരിയായ യൂണിറ്റി എന്ന് പറയുന്നത്. ആ യൂണിറ്റിയുടെ പ്രത്യേകതയാണ് ഞാൻ ഈ ഒരു വാക്യത്തിൽ മാത്രം ഒന്ന് വായിച്ചു കേൾപ്പിച്ചത്. ഭിന്നത വരാതെ അന്യോന്യം ഒരുപോലെ കരുതുന്ന ഒരു കാഴ്ചപ്പാട്. ഭിന്നത വരാതെ അന്യോന്യം ഒരുപോലെ കരുതുക. ഇതിന്റെ തൊട്ടുമുകളിൽ ഇവിടെ ഒരു ശരീരത്തോട് ബന്ധപ്പെട്ട സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത് അല്ലെ, ശരീരത്തിൽ ഭിന്നത വരാതെ എന്ന് പറഞ്ഞിരിക്കുന്നത്. അവിടെ ശരീരം എന്ന് ഉപയോഗിച്ചിരിക്കുന്നത് കേവലം നമ്മുടെ ശരീരത്തെ കുറിച്ച് മാത്രമല്ല, അത് നമുക്കറിയാം, ദൈവസഭയെ സൂചിപ്പിക്കുന്ന ഒരു പ്രയോഗമാണ്. സഭയിലെ അംഗങ്ങളെ അവയവങ്ങൾ എന്നുമാണ് ഇവിടെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഇതിന്റെ മുകളിൽ കുറച്ച് വാക്യങ്ങളോട് ചേർത്ത് പിന്നീട് വായിച്ചുകൊള്ളുക. അവിടെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ഞാൻ കൈയല്ല എന്ന് പറഞ്ഞ കാല് ഞാൻ ശരീരത്തിലുള്ളതല്ലെന്ന് മാറിയിരിക്കുമോ? ഇല്ല. കൈ ചെയ്യുന്ന ജോലിയല്ല ചെയ്യുന്നതെങ്കിൽ പോലും ആ കാലും ശരീരത്തിൽപ്പെട്ടതാണ്. ചിലത് അല്പം കുറവുള്ളതാണെങ്കിൽ അതിന് കൂടുതൽ മാനം കൊടുത്ത് ദൈവം അന്യോന്യം കരുതാനും അന്യോന്യം സ്നേഹിക്കാനും ആക്കി വെച്ചിരിക്കുക. ശരിയല്ലേ? ശരീരത്തിലെ അവയവങ്ങൾ തമ്മിൽ പരസ്പരം അതുപോലെ ബന്ധപ്പെട്ടായിരിക്കുന്നത്.
ശരീരത്തിലെ അവയവങ്ങൾ തമ്മിലുള്ള കരുതല്, ആ തമ്മിലുള്ള ഒരവയവത്തിന് വേദനയുണ്ടായാൽ ശരീരം മുഴുവൻ വേദനിക്കും, ഒരവയവത്തിന് സന്തോഷിക്കാനുള്ള വകയുണ്ടായാൽ ശരീരം മുഴുവൻ സന്തോഷിക്കുന്നു. ഈ ഒരു കാഴ്ചപ്പാടാണ് യൂണിറ്റി എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ വാക്യം ആ ആശയത്തെ അല്ലാതൊരു വ്യാഖ്യാനം കൊണ്ടോ അല്ലെങ്കിൽ പല നിലകളിലുള്ള വ്യാഖ്യാനങ്ങൾ പലര് യൂണിറ്റിയെ കുറിച്ച് പറഞ്ഞിട്ടുള്ളതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു. പക്ഷേ അതിനേക്കാൾ എല്ലാം എനിക്ക് യോഗ്യമായിട്ട് തോന്നിയ ആശയമാണ് ഈ കൊരിന്ത്യർ ലേഖനത്തിൽ ഞാൻ വായിച്ചു കേൾപ്പിച്ചത്. അതൊന്നുകൂടെ വായിക്കുകയാണ്. ശരീരത്തിൽ ഭിന്നത വരാതെ അന്യോന്യം കരുതാൻ കഴിയുക, അതാ യൂണിറ്റി. അപ്പൊ വ്യത്യാസങ്ങളുണ്ട്, എങ്കിലും ഭിന്നത വരാതെ കരുതാനായിട്ട് കഴിയുക. ഒരുപക്ഷെ അന്യോന്യം കരുതാൻ അല്പം ബുദ്ധിമുട്ട് തോന്നാം, അന്യോന്യം ശ്രദ്ധിക്കാൻ, അന്യോന്യം സ്നേഹിക്കാൻ, അന്യോന്യം സഹായിക്കാൻ പല തടസ്സങ്ങളും തോന്നാം. അതെല്ലാം അവിടെ നിൽക്കുമ്പോഴും ഒന്നാണെന്നുള്ള ചിന്തയോടുകൂടി, ഒന്നാണെന്നുള്ള ബോധ്യത്തോടുകൂടി അന്യോന്യം കരുതാൻ കഴിയുക, ഭിന്നത വരാതെ. എന്ന് പറഞ്ഞാൽ ബലഹീന അവയവം ഉണ്ടെങ്കിൽ അതിനും ഒരു പ്രയാസം തോന്നി ഭിന്നതയ്ക്ക് കാരണമാകാതെ എനിക്ക് കരുതാൻ കഴിയുക. അതാണ് ശരിയായ യൂണിറ്റി എന്ന് പറയുന്നത്, അതാണ് ശരിയായ ഐക്യത എന്ന് പറയുന്നത്. അപ്പൊ അതാ ശരിയായ ഐക്യത, ഉള്ളിലുള്ള കാഴ്ചപ്പാട്. ഇവിടെ ഒരു ശരീരത്തോട് ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുമ്പോൾ സഭയോട് ആണ് അത് ബന്ധപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളത് നമുക്കെല്ലാം അറിയാം. അത് ഒരു സാർവത്രിക സഭ മാത്രമല്ല, പ്രാദേശിക സഭയോട് ബന്ധപ്പെട്ടാണ് പ്രായോഗികമാക്കേണ്ടത്. അതുകൊണ്ട് ആ ആശയത്തെ ഞാൻ ഇങ്ങനെ പറയട്ടെ, സഭയിൽ ഭിന്നത വരാതെ. അടുത്തത്, അവയവങ്ങൾ അന്യോന്യം, ഒരു വാക്കുകൂടെ എഴുതിയിട്ടുണ്ട്, ഒരുപോലെ കരുതേണ്ടതിന്. ആ ഒരുപോലെ എന്നുള്ളതിന് നമുക്ക് ഇങ്ങനെ ഒരു വാക്ക് ഉപയോഗിക്കാം, ഒന്നുപോലെ. അപ്പൊ അവയവങ്ങൾ അന്യോന്യം കരുതേണ്ടത് എങ്ങനെയാണ്? ഒന്നുപോലെ, ഒരുപോലെ. വേറൊരാൾക്കൊരു ഭാരം ഉണ്ടായാൽ അത് ആരുടെയും കൂടിയാണ്, എന്റെയും കൂടാ. വേറൊരാൾക്കൊരു വിഷമം ഉണ്ടായാൽ അത് ആരുടെയും കൂടാ, എന്റെയും കൂടാ. വേറൊരാൾക്കൊരു സന്തോഷം ഉണ്ടായാൽ അത് ആരുടെയും കൂടാ, എന്റെയും കൂടാ. അങ്ങനെ ഒന്നുപോലെ, അങ്ങനെ ഒരുപോലെ കരുതാൻ കഴിയുന്ന ഒരനുഭവം. അതുകൊണ്ട് സാധിക്കേണ്ടത് എന്താ? അതവിടെ പറയുന്ന ഒറ്റ വാക്ക്, ഭിന്നത വരാതെ. അവിടെ ഭിന്നത എന്ന് പറയുന്നത് മനസ്സിന്റെ ഭിന്നതയാണ്. മനസ്സിന് വിഷമം ഉണ്ടാകാതെ, മനസ്സിന് പ്രയാസം ഉണ്ടാകാതെ എന്നൊക്കെയുള്ള ആശയങ്ങൾ അതിൽ നമുക്ക് വിപുലപ്പെടുത്തിയെടുക്കാം. അപ്പൊ ചുരുക്കി ശരിയായ ഐക്യത എന്ന് പറയുന്നത് അന്യോന്യം ഭാരങ്ങൾ പങ്കുവെച്ചും, അന്യോന്യം കരുതിയും, അന്യോന്യം സ്നേഹിച്ചും, അന്യോന്യം സഹായിച്ചും പോകുവാൻ കഴിയുന്ന ഹൃദയത്തിന്റെ നിലയും കാഴ്ചപ്പാടുമാണ് ശരിയായ ഐക്യത എന്ന് പറയുന്നത്. അതാ കർത്താവ് പ്രാർത്ഥിച്ചത്. കർത്താവ് പ്രാർത്ഥിച്ചപ്പോൾ ഞങ്ങൾ ഒന്ന് എന്ന് വെളിപ്പെടുത്തുന്ന കേവലം അപ്പവീഞ്ഞിൽ പങ്കെടുക്കുന്ന കാര്യത്തെ കുറിച്ച് മാത്രമല്ല, ഞങ്ങൾ ഒന്ന് എന്ന് വെളിപ്പെടുത്തുന്ന നിലയിൽ എല്ലാവരും ഒരുപോലെ യൂണിഫോം ധരിച്ച് നടക്കുക എന്നുള്ളത് മാത്രമല്ല, ഞങ്ങൾ ഒന്ന് എന്ന് വെളിപ്പെടുത്തുന്നത് പോലെ കേവലം സ്റ്റേജുകളിൽ ചില പ്രകടനങ്ങൾ നടത്തുക മാത്രമല്ല, മറിച്ച് ഉള്ളുകൊണ്ട്, ഹൃദയം കൊണ്ട് ഒന്നാണെന്നുള്ള ചിന്തയോടെ അന്യോന്യം കരുതാനും, സ്നേഹിക്കാനും, സഹായിക്കാനും, സഹകരിക്കാനും കഴിയുന്ന ഒരു കാഴ്ചപ്പാട്. അതാ കർത്താവ് പ്രാർത്ഥിച്ചത്. ക്രൂശിൽ കിടന്ന് പിതാവിനോട് പ്രാർത്ഥിക്കുക, പിതാവേ ഇവരൊന്നായിരിക്കണം, അതിനുവേണ്ടി ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നു. അപ്പൊ എന്താ യൂണിറ്റി എന്നുള്ളതാണ് ഞാൻ അല്പം ചില വാക്കുകളിൽ ഒന്ന് ഓർമ്മിപ്പിച്ചത്. ഇനി അതിന്റെ മറ്റൊരു വശത്തേക്ക് ഞാനൊന്ന് വരികയാണ്. എന്താ യൂണിറ്റി എന്ന് മാത്രമല്ല ഈ ഭാഗത്ത് നമുക്ക് കാണുന്നത്, എന്തുകൊണ്ടാണ് യൂണിറ്റി ഉണ്ടായിരിക്കേണ്ടത്? എന്തുകൊണ്ടാണ് ഈ പറഞ്ഞ കാഴ്ചപ്പാടോടെ നമ്മൾ ജീവിക്കേണ്ടത്? അതിൻ്റെ 2-3 കാരണങ്ങൾ വേഗത്തിലൊന്ന് പറയാം. ഇപ്പം തന്നെ നമ്മൾ വായിച്ച 17-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിൽ കർത്താവിൻ്റെ പ്രാർത്ഥനയാണ് എന്നുള്ളത് നമുക്കറിയാം. പക്ഷെ കർത്താവ് പ്രാർത്ഥിച്ച ആ സാഹചര്യം ഒന്ന് ശ്രദ്ധിച്ച്, ഇതെപ്പോഴാണ് കർത്താവ് പ്രാർത്ഥിച്ചത്? ഈ പ്രാർത്ഥന കർത്താവ് തൻ്റെ പരസ്യ പ്രവർത്തനങ്ങളൊക്കെ കഴിഞ്ഞു, തൻ്റെ ശിഷ്യന്മാരുമായിട്ട് വ്യക്തിപരമായിട്ട് ഇടപെട്ട് അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തു. 16-ാം അധ്യായം കൊണ്ട് ഏകദേശം അതൊക്കെ ഒന്ന് തീർന്നിട്ട് അടുത്തു വരുന്ന 18-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? 18-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇത് പറഞ്ഞിട്ട് യേശു ശിഷ്യന്മാരുമായി കെദ്രോൻ തോട്ടിന് അക്കരെ പോയി എന്ന് പറയാം. 18-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴത്തെ സംഭവം എന്താ? യേശു ഓടുന്ന് കെദ്രോൻ തോട്ട് കടന്നു,
ഗെത്സമനയിലേക്ക് പ്രവേശിക്കുന്നു. പടയാളികൾ വരുന്നു, പിടിക്കപ്പെടുന്നു. അവിടെ നിന്ന് നേരെ ക്രൂശിലേക്ക് പോകുന്നു. അപ്പൊ ഈ 17-ാം അധ്യായം കഴിഞ്ഞുള്ള സംഭവം എന്താ? ക്രൂശീകരണമാണ്. താൻ അനുഭവിക്കാൻ പോകുന്ന വ്യഥയുടെ പാരമ്യമാണ് അടുത്ത് സംഭവിക്കേണ്ടത്. ഇത് മനസ്സിൽ വെച്ചോണ്ടാണ് ഇപ്പം പ്രാർത്ഥിക്കുന്നത്. ശിഷ്യന്മാരുമായിട്ട് ഒന്നിച്ചിരുന്നു, അവരോടുകൂടെ പ്രവർത്തിച്ചു, അവരോട് പറയേണ്ടതെല്ലാം പറഞ്ഞു, അവരെ ധൈര്യപ്പെടുത്തി, അവർക്കുള്ള നിർദ്ദേശങ്ങളെല്ലാം കൊടുത്തിട്ട് അടുത്ത് കെദ്രോനോട് കടക്കാൻ പോവുക, അടുത്ത് ഗെത്സമനയിലേക്ക് പോകാൻ പോകുക. അപ്പം തൻ്റെ ഹൃദയം മുഴുവൻ ഇനി സംഭവിക്കാൻ പോണ കാര്യമാണ് അല്ലേ? നമുക്കൊക്കെ അടുത്തൊരു വലിയ ഭാരമുള്ള വിഷയമാണ് നേരിടാൻ പോകുന്നതെങ്കിൽ രാത്രി ഉറക്കം വരും. നമുക്കറിയാം, നാളെ നേരം വെളുത്താൽ നമുക്ക് തരണം ചെയ്യാൻ പറ്റാത്ത വലിയൊരു പ്രശ്നം നേരിടേണ്ടി വരിക. ഈ അറിവോടെ കിടക്കുന്നെങ്കിൽ രാത്രി ഉറങ്ങത്തില്ല. അതായിരിക്കും നമ്മുടെ മനസ്സിന്റെ ഭാരം. അതായിരിക്കും നാം എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങനെ നാളത്തേടെ ഒന്ന് തരണം ചെയ്യും, എങ്ങനെ ഈ വിഷയത്തെ ഒന്ന് നേരിടും. ഈ ഭാരത്തോടെ ഈ ഒരവസ്ഥയിലാണ് കർത്താവായിരിക്കുന്നത്. ഈ അവസ്ഥയിലിരിക്കുന്ന കർത്താവിന്റെ മനസ്സിൽ ഇപ്പൊ ആരാണ്? എന്താ വിഷയം? നാളെ ഗെത്സമനെ പോകണമെന്നുള്ളതല്ല ഇപ്പോഴത്തെ ഹൃദയത്തിന്റെ ഭാരം. പടയാളികൾ ഒന്ന് പിടിക്കുമെന്നുള്ളതല്ല ഹൃദയത്തിന്റെ ഭാരം. ഇതൊക്കെ ഉണ്ടായിരിക്കാം മാനുഷികമായി. എന്നാൽ ഇതിനേക്കാൾ തന്റെ ഹൃദയത്തെ ഭാരപ്പെടുത്തുന്ന വിഷയം എന്താണെന്നറിയാമോ? ഞാൻ അതൊക്കെ അനുഭവിച്ചു പോയി കഴിഞ്ഞാൽ ഇവിടെ ഇവരെങ്ങനെ ജീവിക്കും എന്നുള്ളതാണ്. എത്രമാത്രം കർത്താവിന്റെ ഉള്ളിൽ നമ്മളുണ്ട്, കർത്താവ് നമ്മളെക്കുറിച്ച് എത്രമാത്രം കരുതുന്നുണ്ട്, എത്രമാത്രം നമ്മളെക്കുറിച്ച് ഭാരപ്പെടുന്നുണ്ട്. അടുത്ത് ഗെത്സമനയിലോട്ട് പോകാൻ പോവാ, പടയാളികൾ പിടിക്കാൻ പോവാ, മുള്ളു വെക്കാൻ പോവാ, അടി കൊള്ളാൻ പോവാ. ഇതെല്ലാം അനുഭവിക്കാൻ പോകുമ്പോഴും അതിൻ്റെ ഇപ്പം മുമ്പ് ഇരുന്ന് ചിന്തിക്കുന്നതും വിഷമിക്കുന്നതും എന്താണ്? ഞാൻ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ എന്ത് അനുഭവിക്കാൻ പോവാന്നുള്ളതല്ല, ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് മാറിയ പിന്നെ ഇവരിവിടെ എങ്ങനെ ജീവിക്കും? അതായിരുന്നു കർത്താവിന്റെ ഹൃദയത്തിൽ നിറങ്ങി നിന്ന വിഷയം. അങ്ങനെ ചിന്തിച്ച വിഷയങ്ങളിൽ ഒന്നാണ് ഈ 17-ാം അധ്യായത്തിലെ പ്രാർത്ഥനയിലെ ഇപ്പം നമ്മൾ വായിച്ച വിഷയം. ഇപ്പൊ കർത്താവിന്റെ ഹൃദയം മുഴുവൻ എന്തായിരുന്നു വിഷയം? ഞാൻ പോയി കഴിഞ്ഞാൽ ഇവരൊന്നായിട്ട് ഇരിക്കുമോ? ഇവർ ഈ യൂണിറ്റിൽ ഇരിക്കുമോ? ആ യൂണിറ്റ് എന്താണെന്ന് ഞാൻ ചുരുക്കി പറഞ്ഞല്ലോ. ഞാൻ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ഇവരന്യോന്യം സ്നേഹിച്ചും കരുതിയും കുറവുള്ളതിനെ മാനിച്ചും സഹായിക്കേണ്ടവരെ സഹായിച്ചും കുറവും ബലഹീനതയും മനസ്സിലാക്കി ആ സാക്രിഫിഷ്യലായിട്ടുള്ള സ്നേഹവും കരുതലും കാണിച്ച് ജീവിക്കുമോ? ഇതായിരുന്നു കർത്താവിനെ ഭാരപ്പെടുത്തിയ വിഷയം. അതുകൊണ്ടാണ് ആ പ്രാർത്ഥനയിൽ പറഞ്ഞത്, പിതാവേ ഇവരൊന്നായിട്ടിരിക്കാൻ വേണ്ടി ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നു. അപ്പൊ ഇത് നമ്മുടെ കർത്താവിന്റെ ഹൃദയത്തിലെ ഏറ്റവും വലിയ താല്പര്യങ്ങളിൽ ഒന്നാണ്. നമ്മെക്കുറിച്ച് നമ്മുടെ കർത്താവ് ആഗ്രഹിക്കുന്ന എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒത്തിരി കാര്യങ്ങൾ പറയാം. നമ്മൾ ആരാധിക്കണം, നമ്മൾ സുവിശേഷ വേല ചെയ്യണം, ഇതെല്ലാം ഉണ്ട്. പക്ഷെ ഞാൻ പറയട്ടെ, ഈ പ്രത്യേക സാഹചര്യത്തിൽ പ്രാർത്ഥിച്ച പ്രാർത്ഥനയിലെ ഈ വിഷയത്തിന് എത്രമാത്രം പ്രാധാന്യം കർത്താവിന്റെ ഹൃദയത്തിലുണ്ട്, അത് ആ പ്രാധാന്യത്തോടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ടോ? ഈ യൂണിറ്റ് നമ്മുടെ ഇടയിൽ നിലനിന്ന് പോകണമെന്നുള്ളത് കർത്താവിന്റെ ഹൃദയത്തിന്റെ ഭാരവും വലിയ വേദനയുടെ വിഷയവുമായി. കർത്താവ് ഈ കാര്യം അത്രയും നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ഈ പറഞ്ഞ നിലയിലുള്ള യൂണിറ്റ് നമ്മുടെ ഇടയിൽ ഉണ്ടായിരിക്കണം. ഇനി രണ്ടാമത് വേറൊരു കാരണം, ആ പ്രാർത്ഥനയിൽ തന്നെ കർത്താവ് പറയുന്നത് നമ്മളൊന്ന് ശ്രദ്ധിക്കാം. അതിൻ്റെ 17-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം മുതൽ ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. കർത്താവ് ആർക്കു വേണ്ടിയാണ് പ്രാർത്ഥിക്കാൻ പോകുന്നതെന്ന് പറയുക പിതാവിനോട്. ഞാൻ അവർക്ക് വേണ്ടി അപേക്ഷിക്കുന്നു. ആർക്കു വേണ്ടി? ലോകത്തിനു വേണ്ടിയല്ല. നീ എനിക്ക് തന്നിട്ടുള്ളവർ നിനക്കുള്ളവർ ആകൊണ്ട് അവർക്ക് വേണ്ടി അത്രയേ ഞാൻ അപേക്ഷിക്കുന്നത്. കർത്താവ് ഈ വിഷയം പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങുമ്പോൾ, അല്ലെ, ഈ വിഷയം പിതാവിനോട് പറയുന്നതിന് തൊട്ട് മുമ്പ് പിതാവിനോട് പറയുകയാണ്, പിതാവ് ഈ വിഷയവുമായിട്ട് ഞാൻ നിന്റെ അരികിലേക്ക് വരുമ്പം ലോകത്തിനു വേണ്ടിയല്ല ഈ വിഷയം പ്രാർത്ഥിക്കുന്നത്. പിന്നെ ആർക്ക് വേണ്ടിയാണ്? നിന്റെ ജനത്തിനു വേണ്ടിയാണ്. എന്താ പറയുന്നതിന്റെ അർത്ഥം? ലോകത്തിന് ഈ ഐക്യത വേണമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ നിന്റെ ജനത്തിന്റെ നടുവിൽ ഈ ഐക്യത വേണം. നോക്കി, തന്റെ ജനത്തെക്കുറിച്ചുള്ള ദൈവത്തിന്റെ കാഴ്ചപ്പാട് ലോകത്തെക്കുറിച്ചുള്ള ദൈവത്തിന്റെ കാഴ്ചപ്പാട് പോലാണോ? അല്ലെന്ന് അവിടെ വെളിപ്പെടുത്തുന്നത്. ലോകത്തിൽ ഐക്യത ഇല്ലാതെ ജീവിച്ചോട്ടെ, പക്ഷെ നിന്റെ ജനത്തിന്റെ നടുവിൽ ഈ കരുതൽ ഉണ്ടായിരിക്കണം.
ഈ സ്നേഹം ഉണ്ടായിരിക്കണം, ഈ കൂട്ടായ്മ ഉണ്ടായിരിക്കണം, ഈ ഐക്യത ഉണ്ടായിരിക്കണം. എന്തുകൊണ്ടെന്നുള്ളത് ആ ആശയത്തിലെ അർത്ഥം ഞാനിങ്ങനെ പറയട്ടെ. ലോകത്തിലുള്ളവരെ പോലും ജീവിക്കേണ്ടവരല്ല എൻ്റെ ജനം. ലോകത്തിലുള്ളവർ എങ്ങനെ ജീവിക്കുന്നു അതുപോലെ ജീവിക്കേണ്ടവരല്ല എൻ്റെ ജനം. ലോകത്തിലുള്ളവരുടെ ഇടയിൽ ഐക്യതയില്ലെങ്കിലും പിതാവേ നിന്റെ ജനം എൻ്റെ ജനം, നീ എനിക്ക് തന്നിട്ടുള്ളവർ എന്നൊക്കെ പറഞ്ഞ് നീ തന്നത് നിന്റെയാ എന്റെയാ എന്നൊക്കെ കർത്താവ് പറയുന്നുണ്ട്. അതെല്ലാം കൂടെ ചേർത്ത എല്ലാം എടുത്ത് വായിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാനത് പറഞ്ഞു പോകുന്നതാണ്. നിന്റെ ജനം അല്ലെ നമ്മുടെ ജനത്തിൽ നിന്ന് ലോകത്തിലുള്ളവർ ചെയ്യുന്നതല്ല പ്രതീക്ഷിക്കുന്നത്. അപ്പൊ ലോകത്തിൽ ഐക്യതയില്ലെങ്കിൽ നമ്മളത് നോക്കണ്ട. നമ്മൾ നോക്കുന്ന എങ്ങും ഐക്യത ശരിയായിട്ട് കാണുന്നില്ലെങ്കിൽ അത് ശ്രദ്ധിക്കണ്ട. അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതല്ല ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. നമ്മിൽ നിന്ന് ഈ ഐക്യതയാണ് ദൈവം പ്രതീക്ഷിക്കുന്നത്. അപ്പൊ രണ്ടാമത്തെ ആശയം, ലോകത്തിൽ നിന്നുള്ളതല്ല നമ്മിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നത് എന്ന് പറഞ്ഞാൽ വേറെ നിലയിൽ ഞാൻ പറയട്ടെ, ലോകം പ്രവർത്തിക്കുന്ന പോലെ അല്ല നമ്മൾ പ്രവർത്തിക്കേണ്ടത്. അതങ്ങനെ തന്നെ കർത്താവ് അവിടെ എടുത്തു പറഞ്ഞു കേട്ടോ. ഞാൻ ഇപ്പൊ ഈ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ലോകത്തിന് വേണ്ടി അല്ലെന്ന് അങ്ങനെ തന്നെ എടുത്തു പറഞ്ഞു. ഈ വിഷയം ഞാൻ നിന്നോട് പറയുന്നത് ലോകത്തിന് വേണ്ടിയല്ല, പിന്നെ നമ്മുടെ ആളുകൾക്ക് വേണ്ടിയാണ്, നമ്മുടെ ജനത്തിന് വേണ്ടിയാ. നീ എനിക്ക് തന്ന നിന്റെ ജനം എന്റെ ജനം അവർക്ക് വേണ്ടിയേ ഞാൻ പ്രാർത്ഥിക്കുന്നത്. അവര് ലോകം എങ്ങനെയും ജീവിച്ചോട്ടെ, അവർ ഈ ഐക്യതയിൽ ജീവിക്കണം. അവര് ഒന്നായിട്ടിരിക്കാൻ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അപ്പൊ എന്തുകൊണ്ട് ഈ ഐക്യത ഉണ്ടായിരിക്കണം? രണ്ട് കാര്യങ്ങൾ ഞാൻ പറയും. ഒന്ന്, നമ്മുടെ കർത്താവിന്റെ ഹൃദയത്തിലെ ഭാരമുള്ള ഒരു വിഷയമാണ് നമ്മളെ കുറിച്ച് ഈ ഐക്യത എന്നുള്ളത്. രണ്ട്, ഈ ഐക്യത ലോകത്തിലുള്ളവരെ പോലെ ജീവിക്കേണ്ടവരല്ല നമ്മൾ. അതുകൊണ്ട് നമ്മുടെ ഇടയിൽ ഈ ഐക്യത ഉണ്ടായിരിക്കണം. ഈ മൂന്നാമത്തത് നമ്മൾ ശ്രദ്ധിച്ച്, ഈ ഐക്യതയുടെ കാര്യം ഇങ്ങനെ പറഞ്ഞു വന്നിട്ട് 11-ാം വാക്യത്തിൽ നാം ഒന്നായിരിക്കുന്ന പോലെ ഇവര് ഒന്നായിട്ടിരിക്കണമേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് താഴോട്ട് വരുമ്പോൾ 15-ാം വാക്യത്തിൽ പറയുകയാണ്, ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം അവരെ കാത്തുകൊള്ളണം എന്നത്രേ ഞാൻ അപേക്ഷിക്കുന്നത്. ഒന്ന് ശ്രദ്ധിച്ച്, നാം ഒന്നായിരിക്കുന്നത് പോലെ ഇവര് ഒന്നായിരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചിട്ട് അതിന്റെ തൊട്ട് താഴെ പറയുക എന്നത്രേ ഞാൻ അപേക്ഷിക്കുന്നത് എന്ന് പറഞ്ഞാൽ ആ പറഞ്ഞ വിഷയത്തെ ഒന്നുകൂടൊന്ന് ഉറപ്പിച്ച് പറയുക. ഇവരൊന്നായിട്ടിരിക്കണമേ എന്ന് ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പറയാ, ഇതാ ഞാൻ നിന്നോട് പറയുന്നത്, അല്ലെ എന്നത്രേ ഞാൻ അപേക്ഷിക്കുന്നത്. എന്ത്? ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ അവരെ കാത്തുകൊള്ളണമേ. ഇത് രണ്ടോടൊന്ന് ബന്ധപ്പെടുത്തിക്കുക. ഒന്നായിട്ടിരിക്കുന്നില്ലെങ്കിൽ ആരുടെ കയ്യിലെ ആയുധമാണ്? കർത്താവിന്റെ തന്നെ വാക്കുകൾ ശ്രദ്ധിച്ചേ. നമ്മുടെ ഇടയിൽ ഉണ്ടായിരിക്കേണ്ട യൂണിറ്റി ഇല്ലാതെ പോയാൽ നാം ആരുടെ കയ്യിലെ ആയുധമാണ് അവിടെ പറയുന്നത്? ദുഷ്ടന്റെ കയ്യിലെ ആയുധമായിട്ട് ഉപയോഗിക്കപ്പെടുകയാണ് ഈ പറഞ്ഞ യൂണിറ്റി. ഞാൻ ആ വാക്യത്തിലൂടെ വ്യക്തമാക്കിയ ആശയം, ആ യൂണിറ്റി നമുക്ക് നിലനിർത്താൻ കഴിയുന്നില്ലെങ്കിൽ, ആ ഒരു കരുതല് നമുക്ക് നിലനിർത്താൻ കഴിയുന്നില്ലെങ്കിൽ നമ്മൾ ആരുടെ കയ്യിലെ ആയുധമാണ്? നമ്മൾ ആരുടെ കയ്യിലെ ആയുധമാണെന്ന് ആ വാക്യം പറയുന്നുണ്ട്. ആരുടെ കയ്യിലെയാണ്? ദുഷ്ടന്റെ കയ്യിലെ ആയുധമാണ്. ഇതാരെ കുറിച്ചാണ് പ്രാർത്ഥിക്കുന്നത്? കർത്താവ് ഇതാരെ കുറിച്ച്, ലോകത്തെ കുറിച്ച് അല്ലെന്ന് എടുത്തു പറഞ്ഞു. അതുകൊണ്ട് ഇനി ദുഷ്ടന്റെ കയ്യിൽ ആയുധമാകാതെ അവരെ സൂക്ഷിക്കണമെന്ന് ദൈവമക്കളെ ഉപദ്രവിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുകയാണോ എന്നൊന്നും ചിന്തിക്കണ്ട. ഈ പറയുന്ന പ്രാർത്ഥന അവരെ കുറിച്ചല്ല, അല്ലേ? എന്ന് പറഞ്ഞാൽ ദൈവമക്കളെ ഉപദ്രവിക്കുന്ന ആളുകളുണ്ട്. ദുഷ്ടന്റെ കയ്യിലെ ആയുധമായിട്ട് അവരെ നീ ഉപയോഗിക്കരുതേ, ദൈവമക്കൾക്ക് ഒരു ദോഷം വരുത്തരുതേ എന്നല്ല പറയുന്നത്. ഇവിടെ ദുഷ്ടന്റെ കയ്യിലെ ആയുധമാകരുതെന്ന് പറയുന്നത് ആരെ കുറിച്ചാണ്? അതിന്റെ തൊട്ടു മുമ്പിൽ ആ വിഷയം പറയുന്നതിന് മുമ്പ് കർത്താവ് പറഞ്ഞു, ലോകത്തിലുള്ളവരെ കുറിച്ചല്ല ഞാൻ ഈ പറയുന്നതെന്ന് പറഞ്ഞേച്ചാ പറയുന്നത്. അപ്പൊ ആരെ കുറിച്ചാണ്? വിശ്വാസികളെ കുറിച്ചാണ്. അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കുക, വിശ്വാസികളും ദുഷ്ടന്റെ കയ്യിലെ ആയുധമായി ഉപയോഗിക്കപ്പെടാനുള്ള ഒന്ന് പൂരിപ്പിച്ചു ഉപയോഗിക്കപ്പെടാനുള്ള സാധ്യത ഉണ്ട്. ദൈവമക്കളും ഈ ശിഷ്യന്മാരും, ധാരാളം ദൃഷ്ടാന്തങ്ങൾ വചനത്തിൽ തന്നെയുണ്ട്. ഈ ശിഷ്യന്മാരോട് ബന്ധപ്പെട്ട് തന്നെയുള്ള ദൃഷ്ടാന്തങ്ങൾ നമുക്ക് പറയാനുണ്ട്. ഞാൻ അങ്ങനെ ഉദാഹരണങ്ങളിലേക്ക് ഒന്നും പോകുന്നില്ല. എന്നാൽ ഇങ്ങനെ ആശയം മാത്രമേ പറയുന്നുള്ളൂ. നാം ദുഷ്ടന്റെ കയ്യില് ആയുധമായി ഉപയോഗിക്കപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ കർത്താവ് പറഞ്ഞ വാക്ക് ഇതോട് ബന്ധപ്പെട്ട് ഞാനൊന്ന് പറയട്ടെ.
കർത്താവ് സൂക്ഷിക്കുന്നുണ്ട് നമ്മളെ. എവിടെയാ സൂക്ഷിക്കുന്നത്? യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ പറയുക, ആരും അവയെ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയില്ല. കർത്താവിൻ്റെ കയ്യിലാണ് കർത്താവ് നമ്മളെ സൂക്ഷിക്കുന്നത്. പക്ഷേ ആരുടെ കയ്യിലെ ആയുധമായിട്ട് ഉപയോഗിക്കപ്പെടുക? എന്തൊരു വൈരുദ്ധ്യമാണ്, എന്തൊരു പൊരുത്തക്കേടാണ്. കർത്താവ് പറയുക, ഇവയെ ആരും എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കത്തില്ല. അപ്പൊ നമ്മൾ കർത്താവിന്റെ കയ്യിലാണ്, പക്ഷെ നമ്മുടെ പ്രവൃത്തി കൊണ്ടും സ്വഭാവം കൊണ്ടും ആരുടെ കയ്യിലാണ്? നമ്മളെ കർത്താവിന്റെ കയ്യിൽ സൂക്ഷിച്ചിരിക്കുക. അത് നമ്മുടെ രക്ഷയുടെ പദ്ധതിയോട് ബന്ധപ്പെട്ടൊക്കെ പറയാവുന്ന വാക്കാണ്. എന്നാൽ ഞാൻ ഈ ആശയത്തിൽ ഇങ്ങനെ പറയട്ടെ, കർത്താവ് പറയാ, ആരും അവയെ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കത്തില്ല. എന്നേക്കുമായിട്ട് കർത്താവിന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കാൻ ഒരു ദുഷ്ടനും കഴിയത്തില്ലെന്ന് കർത്താവ് ഉറപ്പ് പറഞ്ഞിരിക്കുക. പക്ഷെ പ്രവൃത്തി കൊണ്ടും സ്വഭാവം കൊണ്ടും ഇപ്പൊ ആരുടെ കയ്യിലാണ്? ഐക്യതയില്ലെങ്കിൽ, ഈ കരുതലില്ലെങ്കിൽ, ഈ സ്നേഹമില്ലെങ്കിൽ ആരുടെ കയ്യിലെ ആയുധമാണ്? ഇതൊക്കെ നിങ്ങളുടെ ചേർത്തെന്ന് പറഞ്ഞാൽ നല്ലതാണ്, ഞാൻ തന്നെ പറയാതെ അല്ലേ? ആരുടെ കയ്യിലെ ആയുധമായിട്ട് മാറുക? ദുഷ്ടന്റെ കയ്യിലെ ആയുധം. ഇരിപ്പ് എവിടെയാണ്? കർത്താവിന്റെ കയ്യിലാണ്. പക്ഷെ സ്വഭാവം കൊണ്ട് ആരുടെ കയ്യിലാണ്? സ്വഭാവം കൊണ്ട് ദുഷ്ടന്റെ കയ്യിലാണ്. പ്രവൃത്തി കൊണ്ട് ആരുടെ കയ്യിലാണ്? ദുഷ്ടന്റെ കയ്യിലാണ്. ഇരിപ്പോ കർത്താവിന്റെ കയ്യിൽ. കർത്താവ് പറയുക, പിതാവിനോട് പ്രാർത്ഥിക്കുക, ദുഷ്ടന്റെ കയ്യിലെ അകപ്പെടാതെ വണ്ണം അവരെ കാത്തുകൊള്ളണമേ എന്നത്രേ ഞാൻ അപേക്ഷിക്കുന്നത്. യൂണിറ്റിയോട് ബന്ധപ്പെടുത്തിയും കൂടെ പറയുന്ന ഒരു വാക്കാണ്. അവരുടെ ഇടയിൽ വേണ്ട യൂണിറ്റി ഇല്ലെങ്കിൽ അവർ ദുഷ്ടന്റെ കയ്യിലെ ആയുധമായി ഉപയോഗിക്കപ്പെട്ടു പോവുകയാണ്. അതിനിട വരുത്തരുതേ എന്നാണ് കർത്താവ് പിതാവിനോട് പ്രാർത്ഥിക്കുന്നത്. എന്തുകൊണ്ട് ഈ യൂണിറ്റി ഉണ്ടായിരിക്കണം നമ്മുടെ ഇടയിൽ? 3 കാര്യങ്ങളാണ് ആ നിലയിൽ ഞാൻ പറയുന്നത്. ഒന്ന്, കർത്താവിന് നമ്മെക്കുറിച്ചുള്ള വലിയ ഭാരമാണ് ഈ യൂണിറ്റി ഉണ്ടായിരിക്കണം എന്നുള്ളത്. 2, ലോകത്തിലുള്ളവരെ പോലെ ജീവിക്കേണ്ടവരല്ല നാം, അതുകൊണ്ട് യൂണിറ്റി ഉണ്ടായിരിക്കണം. 3, നാം ദുഷ്ടന്റെ കയ്യിലെ ആയുധമായിട്ട് ഉപയോഗിക്കപ്പെടേണ്ടവരല്ല, അതുകൊണ്ട് നമ്മുടെ ഇടയിൽ യൂണിറ്റി ഉണ്ടായിരിക്കണം. ഞാൻ വാക്യം തന്നെ ഒന്ന് ശ്രദ്ധിച്ച്, ഇതിനുള്ള മാതൃക നമുക്ക് എവിടെ കിട്ടും? ഈ യൂണിറ്റിയുടെ കാര്യത്തിൽ ഒരു നല്ല മാതൃക എവിടെ കിട്ടും? 1-ാം നൂറ്റാണ്ടിൽ യെരൂശലേമിലെ സഭയെ നോക്കിയാൽ കിട്ടുമോ? കൊരിന്തി സഭയെ നോക്കിയാൽ കിട്ടുമോ? ഒരുവിധം നല്ല സഭ എന്നൊക്കെ പറയാവുന്ന ചില സഭകളാണ്. ഫിലിപ്പിയ സഭയൊക്കെ വലിയ കുഴപ്പമില്ല. അവിടെ നോക്കിയാൽ കിട്ടുമോ? അവിടെ ഇല്ല. അവിടെ വലിയ കുഴപ്പമൊന്നും ഇല്ലെങ്കിലും അവിടെയും കുഴപ്പം ഒരെണ്ണം ഉണ്ടായിരുന്നത് ഇതാ, ചിന്ത, ഏകചിന്ത ഇല്ലെന്നുള്ളതാണ്. 4-ാം അധ്യായത്തിൽ വരുമ്പോൾ പറയുന്നുണ്ടല്ലേ, യുവതിയോടും സിന്ധുവിനോടും ഒക്കെ പറയാം, അവരും എങ്ങനെ ഇരിക്കണമെന്ന്. സഹോദരിമാരുടെ ചിലപ്പോൾ ഇതില്ലെന്ന്, ഐക്യതയില്ല, ഏകചിന്തയോടിരിപ്പി. അത് വരെ കർത്താവ് കണ്ടു കേട്ടോ. ഫിലിപ്പിയ സഭ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പൗലോസ് ജയിലിൽ കിടന്നപ്പോൾ ഒത്തിരി സഹായിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, കരുതുന്ന സഭയൊക്കെയാണ്. സുവിശേഷ വേലയിൽ ഒത്തിരി പ്രയോജനപ്പെടുന്ന സഭയാണ്. കൊരിന്ത്യ സഭയെ പോലൊന്നും വലിയ പ്രശ്നങ്ങളൊന്നും അവരെ കുറിച്ച് പറയാനില്ല. എന്നാലും ഉള്ള ഒരു ചെറിയ വിഷയമുണ്ട്. ചെറുതെന്ന് നമ്മുടെ ഭാഷ പറയുക, കർത്താവ് അത് കാര്യമായിട്ട് കണ്ടു, അതുകൊണ്ട് പൗലോസിനെ കൊണ്ട് ഇങ്ങനെ എഴുതിപ്പിച്ചു. അവിടെ 1-2 പേരുണ്ട്, 1-2 സഹോദരിമാരുണ്ട്, അവരുടെ ഇടയിൽ അല്പം ഭിന്നതയുണ്ട്. അതുകൊണ്ട് അവരോട് വേഗം മനസ്സോടെ ഇരിക്കാൻ. അവരുടെ ഇടയിൽ അല്പം ഭിന്നതയുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞു, എന്താ ശരിയായ ഐക്യത എന്ന് പറയുന്നത്? ഭിന്നത വരാതെ അന്യോന്യം കരുതാൻ കഴിയുക. ആ 2 പേരുടെ ഇടയിൽ ഫിലിപ്പിയ സഭയിൽ എത്ര മെമ്പേഴ്സ് ഉണ്ടെന്ന് നമുക്കറിയത്തില്ല കേട്ടോ. അന്ന് എത്ര പേരുണ്ടായിരുന്നു? ഫിലിപ്പിയ സഭയിലെ ചില ആളുകളെയൊക്കെ നമുക്കറിയാം അല്ലേ? ലുദിയായയിൽ അങ്ങോട്ട് തുടങ്ങിയ കുറെ ആളുകളുടെ പേരൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. എത്ര പേരുണ്ടെന്നൊന്നും അവിടെ നമുക്ക് കൃത്യമായിട്ട് ഇപ്പം എനിക്ക് പറയാൻ പറ്റുന്നില്ല. പക്ഷെ ഞാൻ പറയട്ടെ, എത്ര പേരുണ്ടെങ്കിലും 50 ഇരിക്കട്ടെ, 50 പേരുള്ള സഭയായിരുന്നെങ്കിലും അതിൻ്റെ ഇടയ്ക്ക് ഒരു 2 പേര് തമ്മിൽ ഒരു ചെറിയ ഭിന്നത വന്നപ്പോൾ അതും ഇവിടെ എടുത്ത് അത് ഒഴിവാക്കണം. എത്ര കൃത്യമായിട്ടാണ് അതവിടെ പറഞ്ഞിരിക്കുന്നത്. ഭിന്നത വരരുത്. യുവതിയും സുന്ദരിയുമേ, നിങ്ങളുടെ ഇടയിൽ ഒരു ചെറിയ ഭിന്നതയുണ്ട്, അതും വരരുത്. അതിന്റെ ഐക്യത. ഭിന്നത വരാതെ. ഞാൻ ഈ വാക്കുകളെല്ലാം കൂടെ ചേർത്താണ് കൊരിന്ത്യ ലേഖനത്തിൽ നിന്ന് എന്താ ശരിയായ ഐക്യത എന്ന് ആദ്യം തന്നെ ഒന്ന് സൂചിപ്പിച്ചത്. ഭിന്നത വരാതെ അന്യോന്യം കരുതാനായിട്ട് കഴിയുക. അപ്പൊ ഫിലിപ്പിയ സഭയെ നോക്കിയാൽ നല്ലൊരു മാതൃക കിട്ടുമോ? ഇനി എവിടെ കിട്ടും നല്ലൊരു മാതൃക? എവിടെ കിട്ടുമെന്നുള്ളത് കർത്താവിനറിയാം. അതുകൊണ്ട് കർത്താവ് തന്നെ ഞാൻ പ്രാർത്ഥനയിൽ പറഞ്ഞു, എവിടെ കിട്ടും ഈ മാതൃക? 17-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം ഒന്ന് വായിച്ച്. അവർ
അവരെ പോലെ ഒന്നായിരിക്കണം അല്ല, അവർ യെരൂശലേമിലെ വിശ്വാസികളെ പോലെ ഒന്നായിരിക്കണം അല്ല. ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ യെരൂശലേമിൽ സഭ ഉണ്ടായിട്ടില്ല കേട്ടോ, ഞാനത് ചേർത്തെന്ന് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ എന്താ കർത്താവ് പറയുന്ന മാതൃക? ആ വാക്യം ഒന്നുകൂടെ പറയാമായിരുന്നു. അവർ ആരെ പോലെ ഒന്നായിരിക്കണമെന്ന്, അവർ നമ്മെ പോലെ ഒന്നായിരിക്കേണ്ടതിന്. അപ്പൊ യൂണിറ്റിക്ക് ഏറ്റവും നല്ല മാതൃക ആരാ? ഏറ്റവും നല്ല മാതൃക ആരാ? എവിടെ കിട്ടും ഈ മാതൃക? കർത്താവിനറിയാം. അതുകൊണ്ട് കർത്താവ് അവിടെ പ്രാർത്ഥിച്ചപ്പോൾ പറയുന്നത് നമ്മെ പോലെ എന്ന് പറയുമ്പോൾ ആരൊക്കെയാണ്? പിതാവും പുത്രനും പിന്നെ പരിശുദ്ധാത്മാവും അല്ലേ? ഏറ്റവും നല്ല മാതൃക ദൈവമാണ്. നമ്മൾ ദൈവവചനം നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ദൈവവും ദൈവത്തിന്റെ പ്രവൃത്തികളും മുഴുവൻ എടുത്തു നോക്കിയാൽ തൃത്വത്തിൽ അത് നമ്മൾ കാണുന്നുണ്ട്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതിൽ ഒരു ഐക്യതയില്ലേ? 3 ഘടകങ്ങൾ: ദേഹം, ദേഹി, ആത്മാവ്. അതുപോലെ സഭയിലില്ലേ? സഭ രൂപം കൊണ്ടത് ആരൊക്കെ തമ്മിലാണ്? സഭയിൽ യഹൂദനെന്നുള്ള വ്യത്യാസവും ഇല്ല, ജാതികളെന്നുള്ള വ്യത്യാസവും ഇല്ല, ഉണ്ടായിരുന്നു. ഇത് രണ്ടും കൂടെ ചേർത്ത് എത്രയാ? 1. ആ ഒരു യൂണിറ്റി ഇല്ലേ? ഇനി ക്രിസ്തു സഭയും തമ്മിലുള്ള ബന്ധം നോക്കി. ക്രിസ്തു ഇല്ലാതെ സഭയുണ്ടോ? ഇന്ന് സഭയില്ലാതെ ക്രിസ്തു എന്ന് പറഞ്ഞ ശരീരമില്ലാത്ത തല, ഇത് രണ്ടും ഒന്നാണെന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ എല്ലാം ആ യൂണിറ്റി ഉണ്ട്. ക്രിസ്തു പിതാവിനോട് പറയുമ്പോൾ നാം ഒന്നായിരിക്കുന്നത് പോലെ എന്ന് പറയുമ്പോൾ ആ മാതൃകയെ ഞാൻ ഇങ്ങനെ ഒന്ന് പറയട്ടെ. ആ യൂണിറ്റ് നിലനിർത്താൻ വേണ്ടി സാക്രിഫൈസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്, കഷ്ടത അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. നമ്മൾ എല്ലാം ചിന്തിച്ചു നോക്കണ്ട. ഞാൻ ആ രക്ഷയുടെ കാര്യം മാത്രം, അതൊരു പക്ഷേ ഞാൻ ദൃഷ്ടാന്തമായിട്ട് ഇതിനു മുമ്പൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കും, എങ്കിലും ഒന്നുകൂടെ ആവർത്തിക്കാതാണ്. നമുക്ക് വേണ്ടി രക്ഷയൊരുക്കി. ഈ ദൈവിക തൃത്വത്തിൽ ഒരാൾ തോന്നി പോലെ ചെയ്തതാണോ, അതോ ഈ 3 വ്യക്തിത്വം കൂടെ ചേർന്നാണോ ഇത് പ്ലാൻ ചെയ്തത്? ഒരു സംശയമില്ല, 3 കൂടെ അല്ലേ? ദൈവിക തൃത്വത്തിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ചേർന്നാണ്. എല്ലാ കാര്യവും അങ്ങനെയാണ്. സൃഷ്ടിപ്പാകട്ടെ, രക്ഷയാകട്ടെ, പിന്നീട് സഭയുടെ രൂപീകരണമാകട്ടെ, പിന്നീട് കൃപാവരം തന്നതാകട്ടെ, എല്ലാം അവരെ നഷ്ടപ്പെടാതെ വന്നു. നമ്മുടെ കർത്താവ് തൃത്വത്തിൽ ആ കമ്മിറ്റിയിൽ ഇങ്ങനെ പറയുക, ഓക്കെ, ഞാൻ പോയി കഷ്ടപ്പെട്ടോ. നാം ഒന്നായിരിക്കുന്നത് പോലെ ഈ യൂണിറ്റ് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഞാൻ അടികൊള്ളണ തയ്യാറാ, ഞാനൊന്ന് താണു കൊടുക്കണ തയ്യാറാ, ഞാനൊന്ന് കഷ്ടപ്പെടണ തയ്യാറാ, ഞാൻ ക്രൂശിക്കാനുള്ള തയ്യാറാ. ആ ഒരു സാക്രിഫൈസ്, ഇതാ യൂണിറ്റ് നിലനിർത്താൻ ആവശ്യമായിട്ടുള്ളത്. ഇതാണ് ദൈവം കാണിച്ച മാതൃക. ആ കർത്താവ് തന്നെയാണ് പറയുന്നത്, പിതാവേ നാം ഒന്നായിരിക്കുന്നത് പോലെ. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയട്ടെ, എന്താ നമ്മുടെ ഇടയിൽ ഉണ്ടായിരിക്കേണ്ട യൂണിറ്റി എന്നുള്ളത് ഞാൻ പ്രാരംഭത്തിലൊന്ന് സൂചിപ്പിച്ചു. ഭിന്നത വരാതെ അന്യോന്യം കരുതാൻ കരുതുക. ആ കരുതല് ഉള്ളിൽ നിന്ന് വരുന്ന കരുതലാണ്. ആ കരുതല് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന കരുതലാണ്. അതിനകത്ത് സ്നേഹമുണ്ട്, കരുതലുണ്ട്, കൂട്ടായ്മയുണ്ട്, സഹകരണമുണ്ട്, സഹായമുണ്ട്, ഇതെല്ലാം ഉണ്ട്. അതാ ശരിയായ ഐക്യത. ഈ ഐക്യത എത്രമാത്രം പ്രാധാന്യം അർഹിക്കുന്നതാണ്. 3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, ആവർത്തിക്കുന്നില്ല. ഈ ഐക്യതയ്ക്ക് മാതൃക എവിടെയാണ് നമുക്ക് കിട്ടുന്നത്? നമ്മുടെ കർത്താവ് ദൈവത്വത്തിൽ തന്നെയാണ് മാതൃക. നമ്മുടെ കർത്താവ് കാണിച്ച ആ മാതൃക അതേ നിലയിൽ നമുക്ക് ഉൾക്കൊള്ളാം. കർത്താവിന്റെ ഹൃദയത്തിലെ ആഗ്രഹം, ആ വലിയ ഭാരത്തോടെയുള്ള ആഗ്രഹം, അത് മനസ്സിലാക്കി നമുക്ക് അന്യോന്യം വേണ്ട നിലയിൽ കരുതുവാനും ആ നിലയിൽ അന്യോന്യം ഐക്യതയിൽ മുൻപോട്ട് പോകുവാനും ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. ദൈവനാമം